റൗണ്ട് 10 കഴിഞ്ഞു. ഇനി 11ലേക്കാണ്. ചെയിൻ 1 ചെയ്യാം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യാം. അവിടെ അത് കംപ്ലീറ്റ് ചെയ്യാതെ അടുത്ത ലൂപ്പിലേക്ക് കയറി ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യാം. എന്നിട്ട് 3 ലൂപ്പിൽ കൂടി യാൺ ചുറ്റി ആ ഫസ്റ്റത്തെ 2 കൂടി ചേർന്ന് സിംഗിൾ ക്രോഷ്യ ചെയ്യാം. ഇനി അടുത്ത 4 സ്പേസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്യാം. ആ നെക്സ്റ്റ് 4 സ്പേസ് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ഈ ചെയ്ത പോലെ 2 സ്പേസിൽ സിംഗിൾ ക്രോഷ്യ ഒന്നിച്ചിങ്ങനെ ആക്കുക. അങ്ങനെ ഇത് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് ലാസ്റ്റ് കാണാം. തുടങ്ങിയെടുത്ത് നമ്മളൊരു മാർക്കർ വെക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ റൗണ്ട് 11 കഴിഞ്ഞു. ഇവിടെ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ഇത് ജോയിൻ ചെയ്യിപ്പിച്ചു. ഈ അടുത്ത റൗണ്ടിലേക്ക് പോകണം. ഒരു ചെയിൻ ചെയ്തു. ഇനി ആദ്യത്തെ 3 എണ്ണത്തിൽ ഓരോ സിംഗിൾ ക്രോഷ്യ വീതവും 4ഉം 5ഉം നമ്മൾ നേരത്തെ ചെയ്ത പോലെ ജോയിൻ ചെയ്ത് ചെയ്യാം. നെക്സ്റ്റ് വരുന്ന 3 എണ്ണത്തിലും ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്യാം. പിന്നെ 4ഉം 5ഉം ആയിട്ട് വരുന്നത് നിങ്ങൾ അങ്ങനെ കൗണ്ട് ചെയ്ത് നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. 4ഉം 5ഉം ആയിട്ട് വരുന്നത് ഒന്നിച്ചാക്കുക. പിന്നെ അടുത്ത 3 എണ്ണം ഓരോ സിംഗിൾ ക്രോഷ്യ വീതം 4ഉം 5ഉം വരുന്നത് ഒന്നിച്ച് ചെയ്യാം. ഫസ്റ്റ് ഇത് ഞങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. ആദ്യത്തെ ഒരു സ്പേസിൽ ഒരു സിംഗിൾ ക്രോഷ്യ, രണ്ടാമത്തെ സ്പേസിൽ ഒരു സിംഗിൾ ക്രോഷ്യ, മൂന്നാമത്തെ സ്പേസിൽ ഒരു സിംഗിൾ ക്രോഷ്യ, നാലാമത്തെ സ്ഥലത്ത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നില്ല, അഞ്ചാമത്തേനും കൂടി കയറി 3 ലൂപ്പ് വരുമ്പോൾ ആ 3 ലൂപ്പിൽ കൂടി എടുത്തു. ഇനി 3 എണ്ണം അടുത്ത 3 എണ്ണം സിംഗിൾ ക്രോഷ്യ, പിന്നെ 4ഉം 5ഉം വരുന്നത് അതുപോലെ ജോയിൻ ചെയ്ത് ആ പാറ്റേൺ ഇവിടെ ഫോളോ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്ത് കൊടുത്ത് മാർക്ക് ചെയ്യാൻ മറക്കണ്ട. നമ്മളിവിടെ റൗണ്ട് 12 സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു. ഇനി ചെയിൻ 1 ചെയ്യാം. ഇനി റൗണ്ട് 13ൽ ആദ്യത്തെ 2 എണ്ണം നമ്മൾ ചെയ്ത പോലെ ഫസ്റ്റ് 2 ലൂപ്പ് ഒന്നിച്ച് എടുക്കുക. പിന്നെ അടുത്തതിൽ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക. പിന്നത്തേലും ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക. പിന്നെ നെക്സ്റ്റ് 2 എണ്ണം കൂടി കണക്ട് ചെയ്യുക. 3 ലൂപ്പിൽ കൂടി വലിക്കുക. അങ്ങനെ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തത് 2 എണ്ണം ചെയിൻ കഴിഞ്ഞിട്ട് 2 എണ്ണം തമ്മിൽ ജോയിൻ ചെയ്തു. പിന്നെ ഓരോ സിംഗിൾ ക്രോഷ്യ, പിന്നെ 2 എണ്ണം ജോയിൻ ചെയ്തു. ഇനി അടുത്തത് ഓരോ നെക്സ്റ്റ് 2 എണ്ണത്തിൽ ഓരോ സിംഗിൾ ക്രോഷ്യ, പിന്നെ അടുത്ത 2 എണ്ണം കൂടി ജോയിൻ ചെയ്യിക്കുക. അങ്ങനെ അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1ഉം 2ഉം ജോയിൻ ചെയ്യാം. 3, 4ൽ ഓരോ സിംഗിൾ ക്രോഷ്യ. അതുപോലെ നെക്സ്റ്റ് നിങ്ങൾ 1 to 1 to അങ്ങനെ കൗണ്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ഇപ്പം നമ്മൾ റൗണ്ട് 13 കഴിഞ്ഞു. ഇവിടെ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, ഒരു ചെയിൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ലാസ്റ്റ് വരുമ്പോഴത്തേനും ഇതിൻ്റെ വാവട്ടം കുറഞ്ഞു വരും. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്താ ഫൈബർ ഇത് നമ്മൾ ഇതിനകത്തേക്ക് ഫില്ല് ചെയ്യാണ്. ഈ ഫില്ല് ചെയ്യുന്ന ഈ സാധനം ബട്ടൺ ഹൗസിലോ ഓൺലൈനിലൊക്കെ വാങ്ങി കിട്ടും. ഇവിടെ ഇനി നമ്മൾ ലാസ്റ്റ് റൗണ്ടിലേക്ക് പോവാണ്. റൗണ്ട് 14 നമ്മൾ ചെയിൻ 1 ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇനി ആദ്യത്തിൽ ഒരു സിംഗിൾ ക്രോഷ്യ, രണ്ടാമത്തെയും മൂന്നാമത്തെയും കൂടി ജോയിൻ ചെയ്യാം. വീണ്ടും ഫസ്റ്റ് 1 സിംഗിൾ ക്രോഷ്യ, ഫസ്റ്റ് 1ൽ ഒരു സിംഗിൾ ക്രോഷ്യ, പിന്നെ രണ്ടാമത്തെയും മൂന്നാമത്തെയും വരുന്ന ലൂപ്പുകൾ തമ്മിൽ ജോയിൻ ചെയ്യിക്കുക. ടെയിൽ ലോങ്ങായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നീഡിൽ ഉപയോഗിച്ച് നിങ്ങൾക്കിവിടെ സ്റ്റിച്ച് ചെയ്ത് ക്ലോസ് ചെയ്യാം. ഇങ്ങനെ ഫില്ലിംഗ് വെച്ചിട്ട് എന്തെങ്കിലും പ്രൊജക്റ്റ് ചെയ്യുന്നതിന് അമിഗുരുമി എന്ന് പറയും. നമ്മൾ ഉണ്ടാക്കുന്ന നിങ്ങൾക്ക് എന്താ ഷോ പീസായിട്ടും നിങ്ങളുടെ ഹാൻഡ് ബാഗിലോ ബാഗിങ്ങിൽ ഹാങ്ങിങ് ആയിട്ടും കീ ചെയിനായിട്ടും ഒക്കെ യൂസ് ചെയ്യാം. ഇനി അതിന് ശേഷം ഇവിടുന്ന് ഒരു മൂന്നാമത്തെ
ലെവലിൽ നീഡിൽ ഇൻസേർട്ട് ചെയ്യണം. നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത സ്പോട്ട് കുറേ പ്രാക്ടീസുള്ളവർക്ക് കുറേയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, ഇല്ലാത്തവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അതിനുള്ളൊരു നോക്കിയിട്ട് നിങ്ങൾക്ക് സ്ലിപ്പ് സ്റ്റിച്ച് നിങ്ങൾക്ക് നോക്കി കഴിയുമ്പോൾ മനസ്സിലാവും. അവിടെ നിന്ന് താഴെ നിന്ന് ഒരു മൂന്നാമത്തെ ഭാഗത്തായിട്ട് നിങ്ങൾ നീഡിൽ സെൻറ്ററിലേക്ക് എൻ്റർ ചെയ്യുക. ആ പീച്ചിൻ്റെ ഒരു ഷേപ്പിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ നിങ്ങൾ 3 ടൈംസ് അങ്ങനെ ചെയ്യുക. നിങ്ങൾ ഈ ടെയിൽ ഇപ്പോൾ കട്ട് ചെയ്യേണ്ട. ഈ ഫൈബർ ഫില്ലിംഗ് നമ്മൾ ചെയ്തുകൊണ്ട് നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴൊക്കെ ചിലപ്പോൾ ഷേപ്പിന് വ്യത്യാസം വരും. അപ്പോൾ നിങ്ങൾക്ക് ഈ ടെയിലിൻ്റെ ഒക്കെ വലിച്ച് നിന്ന് സ്ട്രെച്ച് ചെയ്തൊക്കെ ചെയ്ത് നിങ്ങളുടെ പീച്ചിന് ഷേപ്പ് കൊടുക്കാവുന്നതാണ്. മൂന്നാളെ നമ്മളിവിടെ ചെയ്തതിന് ശേഷം ഇതിൻ്റെ എൻഡ് ഒന്നും കൂടി വീവ് ചെയ്ത് നിങ്ങൾക്ക് കുറച്ച് സെക്യൂർ ആക്കാം. ജസ്റ്റ് നിങ്ങൾ ടെയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. വലിക്കേണ്ട ഷേപ്പ് വ്യത്യാസം വരുത്തണ്ട. ബാക്കിയാണ് നമ്മളൊന്ന് സ്റ്റിച്ച് ചേഞ്ച് ചെയ്യണം. എക്സസീവായിട്ട് വരുന്ന ആയാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തു. ഇതിപ്പോൾ കട്ട് ചെയ്യുന്നില്ല. ഇനി നമ്മളിതിൻ്റെ ഒരു സ്റ്റം ചെയ്യാൻ പോകണം.